Hello and welcome to the fourth presentation of your Unit 1, that is Controlled Drug Delivery Systems. In this presentation we will be looking into two aspects. One is dissolution controlled systems and the other one is ion exchange controlled systems. So in the last presentation we studied about the diffusion controlled systems. In diffusion controlled systems, the rate limiting step or the slowest step was diffusion, and we divided the devices into two. One is reservoir type of devices and the second one is monolithic and matrix type of devices. So in the case of dissolution controlled systems, it is also classified into two systems quite similarly like these diffusion controlled systems. One is matrix systems and the other one is reservoir systems. So you should not get confused between these two systems since their classifications are similar. So we can start the presentation. The first part of the presentation is dissolution controlled release systems. അപ്പോൾ എഗെയിൻ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണം, ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രോസസ്സുകൾ വർക്ക് ചെയ്യുന്നുണ്ടാകും ഡ്രഗ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡിഫ്യൂഷൻ, ഡിസൊല്യൂഷൻ, കോമ്പിനേഷൻ, ദെൻ പോളിമർ ഇറോഷൻ. അപ്പോൾ ഇതിലെ ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അതിൻ്റെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്, ഓർ ദ പ്രിഡോമിനൻറ്റ് സ്റ്റെപ്പ് ഈസ് ദി റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ കൺട്രോൾഡ് റിലീസ് സിസ്റ്റംസ് ദ പ്രിഡോമിനൻറ്റ് സ്റ്റെപ്പ് വിൽ ബി ഡിസൊല്യൂഷൻ. ഡ്രഗ് റിലീസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രിഡോമിനൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ദീസ് ആർ സിസ്റ്റംസ് വെർ ദ റേറ്റ് ലിമിറ്റിംഗ് ഫിനോമിനൻ റെസ്പോൺസിബിൾ ഫോർ ഇമ്പാർട്ടിംഗ് കൺട്രോൾ റിലീസ് ക്യാരക്ടറിസ്റ്റിക് ഈസ് either two process. One is the slow dissolution rate of the drug. ചില ഡ്രഗുകൾ ഇൻഹെറൻ്റ്ലി they will be having less dissolution, water solubility കുറഞ്ഞ ഡ്രഗുകൾ. So such either the slow dissolution rate of the drug can impart an extended release category. അങ്ങനെയുള്ള ഡ്രഗുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഹെറൻ്റ് നേച്ചർ കാരണം തന്നെ അതിനൊരു എക്സ്റ്റെൻഡഡ് റിലീസ് പ്രോപ്പർട്ടി കിട്ടും. വളരെ പതുക്കെ മാത്രമേ ഡ്രഗ് ഡിസോൾവ് ചെയ്യുകയുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the slow dissolution rate of a reservoir membrane. ഇപ്പോൾ നിങ്ങൾ മെട്രിക് ഡിവൈസിൽ റിസർവോയർ ഡിവൈസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ദ കോർ ഡ്രഗ് ഈസ് കോട്ടഡ് ബൈ എ പോളിമറിക് മെംബ്രെയിൻ. അപ്പോൾ അവിടെ ഡിഫ്യൂഷനായിരുന്നു ഡ്രഗ് റിലീസ് പ്രോസസ്സിനെ ഗൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ദ ഡിസൊല്യൂഷൻ ഓർ ദ ഡിസോൾവിങ് ഓഫ് ദി പോളിമർ മെംബ്രെയിൻ will result in the release of the drug. അതായിരിക്കും predominant step. Or the slow dissolution of the matrix. അതായത് മെട്രിക്സ് ഡിവൈസിൻ്റെ കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. മെട്രിക്സ് ഡിവൈസിൻ്റെ കേസിൽ ഡ്രഗും പോളിമർ മെട്രിക്സും കൂടിയാണ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മിക്സ്ചർ ഓഫ് ഡ്രഗ് ആൻഡ് ദി പോളിമർ. അതാണ് നമ്മുടെ മെട്രിക്സ് ഡിവൈസ്. അപ്പോൾ ഇവിടെയും മെട്രിക്സ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഡ്രഗിൻ്റെയും പോളിമറിൻ്റെയും ഒരു മിക്സ്ചർ ആയിരിക്കും. ഡിഫ്യൂഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ ഈ ഡ്രഗ് പോളിമർ കോറിലൂടെ ഡ്രഗ് ഡിഫ്യൂസ് ചെയ്ത് വരുന്നതായിരുന്നു സംഭവിക്കുക. നേരെ മറിച്ച് ഡിസൊല്യൂഷൻ സ്റ്റെപ്പിൽ പോളിമർ വിൽ ഡിസോൾവ് ഇൻ വാട്ടർ ഓർ ദി എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് വിൽ സ്ലോലി റിലീസ് ദി ഡ്രഗ്. പോളിമർ പതുക്കെ ഡിസോൾവ് ചെയ്യും. അപ്പോൾ രണ്ട് രീതിയിലുള്ള മെക്കാനിസംസാണ് നടക്കുക. ഒന്നെങ്കിൽ ഡ്രഗിൻ്റെ തന്നെ ഇൻഹെറൻറ്റ് പ്രോപ്പർട്ടി, ഡ്രഗ് സോലിബിലിറ്റി കുറവാണ്, ഇറ്റ് വിൽ സ്ലോലി ഡിസോൾവ് ആൻഡ് ദിസ് റിസൾട്ട് ഇൻ ആൻ എക്സ്റ്റെൻഡഡ് റിലീസ് ക്യാരക്ടർ ഓർ ദി സ്ലോ ഡിസൊല്യൂഷൻ റേറ്റ് ഓഫ് ദി റിസർവോയർ മെംബ്രെയിൻ. അപ്പോൾ നമ്മൾ എഗെയിൻ ഡിസൊല്യൂഷൻ ഡിവൈസുകളെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യും. One is reservoir type of devices and the other one is reservoir type of device. ഇപ്പോൾ reservoir type of device എന്ന് പറയുമ്പോൾ അഗെയിൻ ഡ്രഗിൻ്റെ ഒരു കോർ ഉണ്ടായിരിക്കും. It will be coated by a slowly soluble polymeric membrane. ഈ പോളിമറിക് മെംബ്രെയിൻ സ്ലോലി സോലിബിളായിട്ട് ഡ്രഗിനെ റിലീസ് ചെയ്യും. നേരെ മറിച്ചിട്ട് മെട്രിക്സ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഡ്രഗിൻ്റെയും
പോളിമറുടെയും ഒരു മിക്സ്ചറായിരിക്കും നമ്മൾ ഉണ്ടാക്കുക. Drug will be either dispersed or dissolved in this polymer matrix. ഈ പോളിമർ മെട്രിക്സ് പതുക്കെ വാട്ടറിൽ അല്ലെങ്കിൽ അക്വസ് ആയിട്ടുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഡിസോൾവ് ആകും. ഇത് ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡ്രഗ് വിൽ ഗെറ്റ് റിലീസ്ഡ്. ഈ കേസിൽ നമ്മുടെ മെംബ്രെയിൻ, പോളിമർ മെംബ്രെയിനാണ്. റിസർവോയർ ഡിവൈസിൻ്റെ കേസിൽ പോളിമർ മെംബ്രെയിൻ പതുക്കെ ഡിസോൾവ് ചെയ്യും. അങ്ങനെ ഡിസോൾവ് ചെയ്യുമ്പോൾ അതിലൂടെ ഡ്രഗ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് the two types of devices. One is reservoir device and the other type is matrix device. Then coming to the principle of a dissolution controlled release. So in the case of diffusion controlled devices, the principle was Fick's law. Fick's law ആണ്. ഇവിടെ വരുമ്പോൾ അത് നോയെ-വിറ്റ്നീസ് ഇക്വേഷൻ ആണ്. The rate explaining ഇക്വേഷൻ, നോയെ-വിറ്റ്നീസ് ഇക്വേഷൻ. സോ നോയെ-വിറ്റ്നീസ് ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഡിസൊല്യൂഷൻ്റെ കേസിൽ. ദ ഇക്വേഷൻ ഈസ് dC/dt ഈക്വൽ ടു dAK CS മൈനസ് CB ദ ഹോൾ ഡിവൈഡഡ് ബൈ VH. ഓൾറെഡി അറിയുന്ന ഇക്വേഷനാണ്, എന്നാലും ഒന്നുകൂടി പറയാൻ ടേംസ്. dC/dt ഈസ് ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ, D ഈസ് ദ ഡിഫ്യൂഷൻ കോയിഫിഷ്യൻറ്റ്, A ഈസ് ദി സർഫേസ് ഏരിയ ഓഫ് ദി ഡിസോൾവിങ് സോളിഡ്, നമ്മുടെ കേസിൽ the dissolving device. K is the partition coefficient. CS minus CB എന്ന് പറഞ്ഞാൽ it's the concentration gradient. Then V is the volume of the dissolution medium. അപ്പോൾ ഇവിടെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൻ്റെ വോളിയം, എത്ര വോളിയത്തിലാണത് പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ആൻഡ് H is the thickness of the stagnant layer. അപ്പോൾ ഒരു ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഒരു സ്റ്റാഗ്നൻറ്റ് ലെയർ ഓഫ് ഡിസൊല്യൂഷൻ മീഡിയം ഉണ്ടായിരിക്കും. അതിൻ്റെ തിക്നെസ് ആണ് H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്. Then the first type of devices is the reservoir devices. These reservoir devices are also known as encapsulated devices. ഈ reservoir deviceൻ്റെ മറ്റൊരു പേരാണ് encapsulated devices. So encapsulated devices, they are either prepared by coating or by micro encapsulation. അപ്പോൾ നമ്മൾ ഡിഫ്യൂഷൻ്റെ കേസിൽ, ഡിഫ്യൂഷൻ കൺട്രോൾ ഡിവൈസിൻ്റെ കേസിലും റിസർവോയർ ഡിവൈസ് ഉണ്ടാക്കുന്നത് എയ്തർ ബൈ കോട്ടിംഗ് ടെക്നിക് ഓർ ബൈ മൈക്രോ എൻകാപ്സുലേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. ലൈക്ക് ദാറ്റ് ഹിയർ ഓൾസോ ദ റിസർവോയർ ഡിവൈസ് ഈസ് പ്രിപ്പയർഡ് ബൈ കോട്ടിംഗ് ഓർ ബൈ മൈക്രോ എൻകാപ്സുലേഷൻ. ദെൻ ഫോർ സെലക്ടിംഗ് ദി കോട്ടിംഗ് മെറ്റീരിയൽ എ വൈഡ് വെറൈറ്റി ഓഫ് പോളിമേഴ്സ് ഈസ് അവൈലബിൾ, സിന്തറ്റിക്, നാച്ചുറൽ. നമ്മൾ പോളിമേഴ്സിനെ കുറിച്ചിട്ട് യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടിൽ പഠിക്കും. അപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മനസ്സിലാക്കുക, ഒരു വൈഡ് വെറൈറ്റി ഓഫ് പോളിമേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, എയ്തർ നാച്ചുറൽ ഓർ സിന്തറ്റിക്. നമ്മൾ എങ്ങനെ പോളിമർ സെലക്ട് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ഡ്രഗ് ഓർ ദി റിലീസ് ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് വി ആർ ഹോപ്പിംഗ് ഫോർ. നമ്മൾ എന്ത് റിലീസ് ക്യാരക്ടറിസ്റ്റിക് ആണ് നമുക്ക് കിട്ടേണ്ടത്, അതുപോലെ തന്നെ എന്ത് നേച്ചറാണ് ഡ്രഗിനുള്ളത്. ഇത് രണ്ടിൻ്റെയും ബേസിലാണ് നമ്മൾ പോളിമറിനെ സെലക്ട് ചെയ്യാം. ആൻഡ് ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് polymers are gelatin, carnauba wax, shellac. Then cellulose acetate phthalate, cellulose acetate butyrate. ഇതൊക്കെയാണ് സാധാരണ കോമൺലി യൂസ് ചെയ്യാറുള്ള പോളിമേഴ്സ് ഇൻ ദ കേസ് ഓഫ് ദിസ് എൻകാപ്സുലേറ്റഡ് ഡിവൈസസ് ഓർ റിസർവോയർ ഡിവൈസസ്. ആൻഡ് നമുക്ക് ഈ പോളിമറിൻ്റെ നേച്ചർ അനുസരിച്ച്, അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന കോട്ടിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക്
പലതരത്തിലുള്ള പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യാം. രണ്ട് രീതിയിലുള്ള പ്രൊഡക്ട്സിനെ കുറിച്ചാണ് നിങ്ങൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. വൺ ഈസ് റിപ്പീറ്റ് ആക്ഷൻ പ്രൊഡക്ട്സ്, അനദർ വൺ ഈസ് ബൈ വേരിയിങ് ദ തിക്നെസ് ഓഫ് ദി പോളിമേഴ്സ് ഡിഫറെൻറ്റ് റിലീസ് ക്യാൻ ബി അച്ചീവ്ഡ്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് നമ്മൾ ഈ റിപ്പീറ്റ് ആക്ഷൻ പ്രൊഡക്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു ഡ്രഗിൻ്റെ ഒരു കോർ ഉണ്ടെന്ന് കരുതാം. ഈ ഡ്രഗിൻ്റെ കോറിന് ചുറ്റും പോളിമറിൻ്റെ ഒരു കോട്ട് കൊടുത്തു, കോട്ടിംഗ് ആണ് നടത്തുന്നത്. ദെൻ വീണ്ടും ഡ്രഗ് അതിൻ്റെ മുകളിൽ വെച്ച് കംപ്രസ് ചെയ്തു, വീണ്ടും പോളിമറിൻ്റെ ഒരു കോട്ട് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ കരുതുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഡ്രഗ് ഫ്ലൂയിഡ് വാട്ടറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ കോട്ട് ഡിസോൾവ് ചെയ്യും, എന്നിട്ട് ഈ ലെയറിലുള്ള ഡ്രഗ് റിലീസ് ചെയ്യും. ഓക്കെ, പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ അടുത്ത കോട്ട് ഡിസോൾവ് ചെയ്താൽ മാത്രമേ, ഈ ഒരു കോട്ട് ഡിസോൾവ് ചെയ്താൽ മാത്രമേ ഉള്ളിലുള്ള ഡ്രഗ് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഒരു ടൈം ഗ്യാപ്പ് വരും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? സപ്പോസ് ഒരു 1 hour എടുത്തു, ആ കോട്ട് ഉള്ളിലുള്ള ഈ കോട്ട് ഡിസോൾവ് ചെയ്യാൻ 1 hour എടുത്തു. അപ്പോൾ ഒരു 1 hour കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഏറ്റവും കോറിലുള്ള ഡ്രഗ് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ റിപ്പീറ്റ് ആക്ഷൻ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ആദ്യത്തെ പോളിമർ കോട്ട് ഡിസോൾവ് ചെയ്യാൻ ഒരു ടൈം എടുത്തു, 1 hour എടുത്തു എന്ന് കരുതുക. 1 hour കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ലെയർ ഡ്രഗ് റിലീസ് ചെയ്തു, പിന്നെ 1 hour എടുത്തു അടുത്ത കോട്ട് ഡിസോൾവ് ആവാൻ, എന്നിട്ട് ഉള്ളിലുള്ള ഡ്രഗ് റിലീസ് ചെയ്യുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് റിപ്പീറ്റ് ആക്ഷൻ പ്രോഡക്റ്റ്സ് ലഭിക്കും. ഇപ്പോൾ ഇത് സെയിം ടൈപ്പ് ഓഫ് ഡ്രഗ് തന്നെ ആവണമെന്നില്ല. ഇപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്നത് മറ്റൊരു 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രഗ് ആകാം. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഡ്രഗ് ആദ്യം റിലീസ് ചെയ്തു, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡ്രഗ് മറ്റൊരു ടൈം പീരീഡിൽ റിലീസ് ചെയ്തു. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഡ്രഗ്സ് വിച്ച് ഫിസിക്കലി ഇൻട്രാക്ട്, പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഡ്രഗ് ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ഡ്രഗ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഇടയിലൊരു പോളിമറിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാം? 2 ടൈം പീരീഡിൽ റിലീസ് സംഭവിക്കാം. അത് കാരണം ആ ഒരു ഡ്രഗിൻ്റെ ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഓർ കെമിക്കൽ ഇൻട്രാക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു റിപ്പീറ്റ് ആക്ഷൻ ടാബ്ലറ്റ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്, റിപ്പീറ്റ് ആക്ഷൻ. ഇനി നമുക്ക് രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടിൻ്റെ തിക്നെസ് വേരി ചെയ്തിട്ട് നമുക്ക് സസ്റ്റെയിൻ റിലീസ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ കോട്ടിൻ്റെ തിക്നെസ് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോസ് ഡ്രഗ് സെയിം ആണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ റാബിപ്രസോൾ എന്ന് പറഞ്ഞൊരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററാണ്, ആ ഡ്രഗാണ് യൂസ് ചെയ്യുന്നത് കരുതുക. അതിൻ്റെ ചുറ്റും കൊടുക്കുന്ന കോട്ടിങ്ങിൻ്റെ തിക്നെസ് നമ്മൾ പല തിക്നെസ്സിലുള്ള കോട്ടിങ് കൊടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യലി ഡ്രഗ് കഴിച്ച ഉടനെ ഈ തിക്നെസ് കുറഞ്ഞ കോട്ടിങ് ഡിസോൾവ് ചെയ്യും, ഡ്രഗ് റിലീസ് ചെയ്യുകയും ചെയ്യും. ഈ കുറച്ചുകൂടെ തിക്നെസ് കൂടിയ കോട്ടിങ് ഡിസോൾവ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഡ്രഗ് റിലീസ് ചെയ്യുള്ളൂ. ആൻഡ് കോട്ടിങ്ങിൻ്റെ തിക്നെസ് കൂടുന്നതിനനുസരിച്ചിട്ട് ദ ടൈം ഗ്യാപ്പ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ റിലീസിങ് ദി മെഡിസിൻ വിൽ ഇൻക്രീസ്. അപ്പോൾ ഡ്രഗ് ഇങ്ങനെ ആദ്യം ഇനീഷ്യലി കോട്ടിങ്ങിൻ്റെ തിക്നെസ് കുറഞ്ഞ ഡ്രഗ് റിലീസ് ചെയ്തു, പിന്നെ അത് മുഴുവൻ ആ ഒരു കോട്ടിങ് തിക്നെസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് എല്ലാം റിലീസ് ചെയ്ത് കഴിയുമ്പോഴേ അടുത്ത കോട്ടിങ്ങിൻ്റെ തിക്നെസ് കൂടിയത് റിലീസ് ചെയ്യും. അപ്പോൾ പിന്നെയും ഡ്രഗ് റിലീസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സസ്റ്റെയിൻഡ് ആക്ഷൻ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ കോട്ടിങ്ങിൻ്റെ തിക്നെസ് വേരി ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സസ്റ്റെയിൻഡ് ആക്ഷൻ. അപ്പോൾ റിപ്പീറ്റ് ആക്ഷൻ മാത്രമല്ല നമുക്ക് കിട്ടുക, കോട്ടിങ്ങിൻ്റെ തിക്നെസ് വേരി ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ സസ്റ്റെയിൻഡ് റിലീസ് ഓൾസോ by varying the coat thickness and by applying alternate coats to drug layers. I hope that is clear. So അതാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്, ഡിസോൾവിങ് ദി കോട്ട് ഡ്രഗ് ലെയേഴ്സ്. നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയി തോന്നുന്നു. ഇതാണ് നമ്മുടെ റിപ്പീറ്റ് ആക്ഷൻ പ്രൊഡക്റ്റ്. ഇത് സസ്റ്റെയിൻഡ് റിലീസ് പ്രൊഡക്ട്സ്. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന
കോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രൊഡക്റ്റിൻ്റെ മുകളിലല്ല, വളരെ ചെറിയ തരിയായിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ ഫിൽ ദാറ്റ് ഇൻ ടു ക്യാപ്സ്യൂൾസ്. അങ്ങനെയാണ് ഫൈനൽ ഡോസേജ് ഫോം ഉണ്ടാവുക. ആൻഡ് സാധാരണ ടാബ്ലറ്റ്സ് ആയിട്ട് ഇത് കൊടുക്കാറില്ല, പക്ഷേ ടാബ്ലറ്റ്സ് ഇല്ല എന്നല്ല പറയുന്നത്. ദ മോസ്റ്റ് പ്രിഫേർഡ് ഡോസേജ് ഫോം ഫോർ അഡ്മിനിസ്ട്രിങ് ദിസ് റിസർവോയർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ക്യാപ്സ്യൂൾസ്. കാരണം ഇത് ടാബ്ലറ്റ് ആക്കിയിട്ട് കാരണം ടാബ്ലറ്റിൻ്റെ കോട്ടിങ് കൊടുക്കുകയെന്ന് വെച്ചാൽ കംപ്രഷനാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ കംപ്രഷൻ കൊടുക്കുമ്പോൾ ഈ കോട്ടിങ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കഴിയുന്നതും ടാബ്ലറ്റ് ആക്കാറില്ല, ക്യാപ്സ്യൂൾ ഫോമിലാണ് റിസർവോയർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് നമ്മൾ ഫൈനൽ ഡോസേജ് ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ക്യാപ്സ്യൂളായിട്ടാണ്. ആൻഡ് ദ എക്സാമ്പിൾ ഈസ് സ്പാൻസ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഡോസേജ് ഫോമാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് സ്പാൻസ്യൂൾ എന്നാണ് ഇതിൻ്റെ പേര് പറയുക. റാബിപ്രസോൾ അതിൻ്റെ ഡ്രഗ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്ററാണ്. റാബിപ്രസോൾ സാധാരണ സ്പാൻസ്യൂൾ എന്ന് പറയുന്ന ഡോസേജ് ഫോമാക്കി മാറ്റാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ചെയ്യുന്നതെന്ന്. പല സെയിം ഡ്രഗിൻ്റെ മുകളിൽ പല തിക്നെസ്സിലുള്ള കോട്ടിങ് കൊടുക്കുന്ന വഴി ഒരു സസ്റ്റെയിൻഡ് ആക്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് സ്പാൻസ്യൂളിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് സ്പാൻസ്യൂൾ. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബീഡ്സായിട്ട് ഡ്രഗ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ബീഡിൻ്റെ മുകളിലത്തെ കോട്ടിങ്ങിൻ്റെ തിക്നെസ്സാണ് വേരി ചെയ്യുന്നത്. പല തിക്നെസ്സിലുള്ള കോട്ടിങ് നമ്മൾ കൊടുക്കും. സെയിം ഡ്രഗിൻ്റെ മുകളിൽ പല തിക്നെസ്സിലുള്ള കോട്ടിങ് കൊടുക്കുന്ന വഴിയാണ് നമ്മൾ ഈ സ്പാൻസ്യൂൾ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അപ്പോൾ എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. പല ടൈമിലായിരിക്കും ഡ്രഗ് റിലീസ് ചെയ്യുക. അപ്പോൾ അത് കാരണം നമുക്ക് ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ലഭിക്കുകയാണ്. അപ്പോൾ സ്പാൻസ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ സ്പാൻസ്യൂൾസ് ആർ ഡിഫൈൻഡ് ആസ് ക്യാപ്സ്യൂൾസ് കണ്ടെയ്നിങ് മെഡിസിൻസ് ഇൻ ദ ഫോം ഓഫ് ഗ്രാന്യൂൾസ് വിച്ച് ആർ കോട്ടഡ് with materials having slow dissolving rates so that the medicament is delivered at different specific time. അപ്പോൾ സ്പാൻസ്യൂളിൻ്റെ എക്സാമ്പിൾ പഠിച്ചാൽ മതി, ഡെഫിനിഷൻ പഠിക്കണമെന്നില്ല, പഠിക്കേണ്ടവർ പഠിച്ചാൽ മതി. എക്സാമ്പിളാണ്, പേരാണ് ഇമ്പോർട്ടൻറ്റ്. സ്പാൻസ്യൂളിൽ എന്താ ചെയ്യുന്നത്, കോട്ടിങ്ങിൻ്റെ തിക്നെസ്സാണ് അവിടെ വേരി ചെയ്യുന്നത്. അതുവഴി നമ്മളൊരു എക്സ്റ്റെൻഡഡ് റിലീസ് പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യണം. So spansules of rabiprazole is the example for reservoir device. Then coming to matrix device, so like the diffusion controlled release system matrix device പോലെ തന്നെ ഇവിടെയും ഡ്രഗിൻ്റെയും പോളിമറിൻ്റെയും ഒരു കോറാണ് ഉണ്ടായിരിക്കുക. The drug is dispersed in this slow dissolving matrix of polymer. ഡ്രഗിനെ ഇതിൽ നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യും. എന്താ പുറത്തുനിന്നുള്ള ഡിസൊല്യൂഷൻ ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യും. പോളിമർ വളരെ പതുക്കെ ഇറോഡ് ചെയ്തു പോകും അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ പോളിമർ ഡിസോൾവ് ചെയ്യുമ്പോൾ ഡ്രഗ് പുറത്തേക്ക് റിലീസ് ചെയ്യും. അതാണ് technique. In this approach, the drug is dispersed in a slow dissolving matrix consisted of polymers. The rate of penetration of the dissolution fluid into the matrix determines the drug dissolution and subsequent release. ഇപ്പോൾ diffusion matrix device പോലെ തന്നെയാണ്. And there are three methods for preparing this matrix device. One is direct compression method. So direct compression method, the drug, polymer and excipients are directly compressed into a tablet. Then the second method is congealing method. Congealing method സാധാരണ വാക്സി പോളിമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കൺജീലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. കൺജീലിംഗ് മെത്തേഡിൽ ഡ്രഗും വാക്സ് മെറ്റീരിയൽ രണ്ടും കൂടെ മെൽറ്റ് ചെയ്തതിനു ശേഷം അതിനെ കൺജീൽ ചെയ്യും. അപ്പോൾ ഡ്രഗിനെ ഒരു വാക്സിൻ്റെ ഒരു മെൽറ്റിൽ ഡിസ്പേഴ്സ് ചെയ്യും. എന്നിട്ട് അതിനെ കൺജീൽ ചെയ്യും. കൺജീൽ സ്പ്രേ കൺജീലിങ്ങോ ഓർഡിനറി ടൈപ്പ് ഓഫ് കൺജീലിങ്ങോ യൂസ് ചെയ്യും. ആൻഡ് ദി തേർഡ് ടൈപ്പ് ഓഫ്
method is aqueous dispersion method or melt dispersion method. Aqueous dispersion മെത്തേഡിൽ ചെയ്യുന്നത് അഗെയിൻ ഡ്രഗിൻ്റെയും വാക്സിൻ്റെയും ഒരു മെൽറ്റ് പ്രിപ്പയർ ചെയ്യും. അത് ഹീറ്റഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്യും. ഹീറ്റഡ് വാട്ടറിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ, ദാറ്റ് ഈസ് ഹീറ്റഡ് വാട്ടർ, ദെൻ ഇറ്റ് ഈസ് കൂൾഡ്. അപ്പോൾ കൂൾ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് കിട്ടും. ഈ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യും. അപ്പോൾ ഈ 3 മെത്തേഡ് വഴിയാണ് സാധാരണ മെട്രിക്സ് ഡിവൈസ് പ്രിപ്പയർ ചെയ്യുക. ഡയറക്റ്റ് കംപ്രഷൻ ഓർ കൺജീലിംഗ് ഓർ അക്യൂസ് ഡിസ്പേർഷൻ. ദെൻ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ മെട്രിക്സ് ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് നെയിം അല്ല, ഇതിന് ഡിവൈസിൻ്റെ ഡോസേജ് ഫോമിൻ്റെ പേരാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എക്സ്റ്റെൻഡ് ടാബ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ ടൈപ്പ് ഡോസേജ് ഫോം. അപ്പോൾ എക്സ്റ്റെൻഡ് ടാബ് ഓഫ് പ്രെഡ്നിസോളോൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രെഡ്നിസോളോൺ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഫാർമക്കോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും പ്രെഡ്നിസോളോൺ എന്താണെന്ന്. ദെൻ ദി സെക്കൻഡ് ടൈം ഈസ് ടൈം സ്പാൻ. ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ പിരിഡോസ്റ്റിഗ്മിൻ്റെ മെട്രിക്സ് ടൈപ്പ് ഓഫ് ഡിവൈസാണ് ടൈം സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എക്സ്റ്റെൻഡ് ടാബും ടൈം സ്പാനുമാണ് ഓറലി യൂസ് ചെയ്യുന്ന മെട്രിക്സ് ഡിവൈസിന് എക്സാമ്പിൾ. ദെൻ ഈ മെട്രിക്സ് ഡിവൈസ് ഓറലി മാത്രമല്ല സാധാരണ യൂസ് ചെയ്യാറുള്ളത്, ചില പാരൻട്രൽ ഡോസേജ് ഫോമുകളും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് സൊളാഡെക്സ്. സൊളാഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൊസറലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രിപ്പറേഷനാണ്. അതിൻ്റെ ഇംപ്ലാൻ്റാണ് സൊളാഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഗൊസറലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, ഇതിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ സൊളാഡെക്സിൻ്റെ സബ്ക്യൂട്ടേനിയസ് ഇംപ്ലാൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെട്രിക്സ് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനാണ്. അപ്പോൾ എക്സാമ്പിൾസായിട്ട് പഠിക്കേണ്ടത് ഈ 3 സൊളാഡെക്സ് ഫോർ എ subcutaneous implant, then extend tab and time span. So this is an overview of your dissolution controlled devices. It's the most simple diagram available. So this is the membrane control device or reservoir device, and this is the മെട്രിക്സ് ഡിവൈസ്. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഈ ഡയഗ്രാം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു റിപ്പീറ്റ് ആക്ഷൻ ടാബ്ലറ്റിൻ്റെ റിപ്പീറ്റ് ആക്ഷൻ പ്രൊഡക്റ്റിൻ്റെ ഡയഗ്രാം, അല്ലെങ്കിൽ വേരിയിങ് തിക്നെസ് ഓഫ് കോട്ട് ഉള്ള ഡയഗ്രാം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം യൂസ് ചെയ്യാം. ആസ് പെർ യുവർ കൺവീനിയൻസ് യു ക്യാൻ ചൂസ് ദി ഡയഗ്രാം.